പിറവം മണ്ഡലത്തിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോയി വരാൻ തോന്നുന്നു. പിറവത്ത് നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൽ നിന്ന് മാറി വന്ന സാബു ജേക്കബാണ് LDFന്റെ സ്ഥാനാർത്ഥി. അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി. UDF അനൂപ് ജേക്കബ്, മുൻ മന്ത്രി, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ നേതാവ്. ജിബി എബ്രഹാം 2020 സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ 1,00,000 ലക്ഷം വോട്ടുകൾക്ക് ജയിച്ച അനൂപ് ജേക്കബ് ജയിച്ച UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അതായത് LDF ട്രെൻഡ് സംസ്ഥാനത്ത് ആകെ ഉള്ളപ്പോൾ പോലും 1,00,000 ലക്ഷം വോട്ടിന് UDF ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് വലിയ സർപ്രൈസിന് അടിസ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്കോറിലേക്ക് പോയി വരാം. ഇപ്പോൾ ആരാണ് മുമ്പിൽ? അനൂപ് ജേക്കബ് തന്നെ 51.76, അതായത് 12.18%. എന്ന് പറഞ്ഞാൽ സാബു ജേക്കബ് പരീക്ഷണം വിജയിക്കുന്നില്ല. അതെ, 12.18% മേൽക്കൈയാണ് അവിടെ അനൂപ് ജേക്കബിനുള്ളത്. എനിക്ക് ഇതിലൊരു കൗതുകം, കേരള കോൺഗ്രസ് 13ാമത്തെ സീറ്റ് ആവശ്യപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ചാലക്കുടിയിൽ ഇന്നലെ വരെ ഒരു കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കുന്നു, പിറവത്ത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരുന്നു, പെരുമ്പാവൂരിൽ അവർ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. അപ്പം സീറ്റുകൾ ആവശ്യപ്പെടുമ്പോഴും കോൺഗ്രസിൽ നിന്നാണ് സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും വരുന്നത്. സ്ഥാനാർത്ഥി ഇല്ലാതെയാണ് സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്. ഇപ്പം 13ാമത്തെ സ്ഥാനാർത്ഥിയും ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന കോൺഗ്രസ് ആണ്. ഇപ്പൊ പിറവത്തത് ഒരു കോൺഗ്രസിന്റെ മുൻ നഗരസഭാ ചെയർമാനായിരുന്നു. പെരുമ്പാവൂരിൽ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കടക്കുമ്പോൾ ബേസിൽ പോൾ, പഴയ കുറുപ്പുംപടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇപ്പൊ ചാലക്കുടി എടുത്തല്ലോ 13ാമത്തെ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ ഈ 3 സീറ്റുകളിൽ നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ അവസരം കണ്ടെത്തേണ്ട സാഹചര്യം ഈ നമ്മൾ പിറവത്ത് ചെല്ലുമ്പോൾ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി ഇല്ല, കോൺഗ്രസിൽ നിന്ന് വന്നതാണ് എന്നൊരു സംസ്ഥാന വോട്ടർമാർക്കിടയിലുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സിന്ധുമോൾ ജേക്കബ് മത്സരിച്ചതിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. LDFന്റെ വോട്ട് ഷെയർ 39.58 നിൽക്കുകയാണ്. അതെ, അന്ന് സിന്ധുമോളിനെ കുറിച്ച് CPM ആയിരുന്നു സ്ഥാനാർത്ഥി. അതെ അതെ അതെ. എന്തായാലും അനൂപിനെ സംബന്ധിച്ച് 2011 ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന മണ്ഡലമാണ് പിറവം എന്ന് ഓർക്കണം. പക്ഷേ 1,00,000 ലക്ഷത്തിലേറെ വോട്ടിന് ഇപ്പോൾ മുമ്പിലാണ് അനൂപ് ജേക്കബ്. പിറവത്ത് വലിയ മേൽക്കൈ UDFനുണ്ട്